നമ്മൾ മറ്റൊരു ശ്രദ്ധേയമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തിരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരു നേതാവായി മാറുന്നു. അങ്ങനെ LDFും UDFും അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഇവിടെ BJPയും വളരെ വ്യക്തമായ വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമങ്ങളൊക്കെ ആരംഭിച്ചതായി നമ്മൾ കണ്ടു. സർവേ ഫലങ്ങൾ പുറത്തു വന്നു. അതിലൊക്കെ BJPക്ക് 2 മുതൽ 10 വരെ സീറ്റുകൾ ചിലർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുതൽ 5 സീറ്റ് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 3 സീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ ആണ് BJP പ്രതീക്ഷ വച്ചു പുലർത്തുന്ന നമ്മളിൽ കാണേണ്ടതുണ്ട്. കേരള കോൺഗ്രസിനെയും ഒക്കെ തകർത്ത് BJP വലിയ ശക്തിയായി ഇവിടങ്ങളിലൊക്കെ മാറും എന്നാണ് അവരുടെ വലിയ പ്രഖ്യാപനം. BJP കേരളത്തിൽ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ നിഗമനം. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ഇനി 34 മണിക്കൂർ 36 മണിക്കൂർ എന്നും പറയാൻ പറ്റത്തില്ല. കാരണം മറ്റന്നാൾ 5 മണിയോടുകൂടി തന്നെ പരസ്യ പ്രചരണം അവസാനിക്കും. പിന്നെ ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം, 9-ാം തീയതി രാവിലെ മുതൽ പോളിംഗ്, അതിനുശേഷം 9-ാം തീയതി വൈകിട്ടോടുകൂടി അടുത്ത 5 വർഷത്തേക്ക് ആര് കേരളം ഭരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം എത്തിച്ചേരും. ഇവിടെ നമ്മളൊരു കാര്യം പരിശോധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്നു മുതൽ ഇന്നുവരെ ബദൽ പൊളിറ്റിക്സുമായിട്ടായിരിക്കും പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എങ്കിൽ തന്നെയും പ്രണവ് ബ്രോയുടെ ഒരു വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീ VD സതീശനോട് ചോദിച്ച ആ ചോദ്യം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ ഒരു അൾട്ടിമേറ്റ് പൊളിറ്റിക്സ് ഇവിടെ അവതരിപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റൂമേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിവാദങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നത്. നിങ്ങൾ എന്ത് ബദൽ രാഷ്ട്രീയമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലൊരു മാറ്റം വരണം എന്ന് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പിൽ നിശബ്ദനായിട്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കുറേ വിവാദങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുകയും എന്നാൽ ഒരു ബദൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ തെരഞ്ഞെടുപ്പിനെ? കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നമ്മൾ കണ്ടത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ ഏപ്രിൽ അവസാന വാരമൊക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നത് തൊട്ട് തന്നെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ചടുലമായ നീക്കങ്ങളാണ് നടത്തിയത്. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും നമുക്കറിയാം LDFനും UDFനും അതുപോലെ തന്നെ NDAക്കൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ ഒരു ചടുലത ഉണ്ടായില്ല. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് എല്ലാ ആളുകളും ഇപ്പം മണിക്കൂറുകൾക്ക് മുന്നെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ഇതൊക്കെ ആണെങ്കിൽ പോലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിഹേഴ്സൽ ആരംഭിച്ചു എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും കോൺഗ്രസ്സിന് ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു നമ്മൾ കാണാം. പ്രത്യേകിച്ചിട്ടും സ്ഥാനാർത്ഥി നിർണ്ണയം വലിയ കിറാമുട്ടിയൊക്കെ ആയി നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ സുധാകരനെ പോലെയുള്ള, അടൂർ പ്രകാശിനെ പോലെയുള്ള നേതാക്കന്മാർ, MP-മാർ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയതും സുധാകരൻ വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കിയതും അദ്ദേഹത്തിന് ഡൽഹിയിൽ വിളിപ്പിക്കുന്നു, മാരത്തോൺ ചർച്ച, ഡൽഹി കേരള ഹൗസിൽ റൂം ഫുള്ളാക്കി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തമ്പടിക്കുന്നൊരവസ്ഥയുണ്ടായി. അവിടെ നിന്ന് കേരളത്തിൽ ചർച്ച, ഇങ്ങനെയുള്ള വലിയ ഒടുവിൽ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ സുധാകരന്റെ കാല് തൊട്ട് വന്ദിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നു. അതുകൊണ്ട് കോൺഗ്രസിൽ അങ്ങനെ പല കാഴ്ചകളും കണ്ടു. പക്ഷെ നമ്മളിതിൽ കാണേണ്ടത് കോൺഗ്രസ് നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നു എന്ന് വലിയ രീതിയിൽ പ്രചരണം അഴിച്ചുവിടുകയും വയനാട്ടിൽ നടന്ന ക്യാമ്പിൽ വെച്ചിട്ട് 2 ദിവസത്തെ ക്യാമ്പിൽ വെച്ചിട്ട് ലക്ഷ്യ ക്യാമ്പ് തന്നെയായിരുന്നു പേര്. കൃത്യമായി ലക്ഷ്യമുണ്ടെന്നും ഞങ്ങൾ കൃത്യമായി സ്ഥാനാർത്ഥികളെ സമയബന്ധിതമായി പ്രഖ്യാപിക്കുന്നു, യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പിസം ഉണ്ടാവില്ലെന്നും സ്ത്രീകൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും ഏറ്റവും കൂടി പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഞങ്ങളുടേത് എന്നൊക്കെ പ്രഖ്യാപിച്ചു കൊണ്ട് വലിയ രീതിയിൽ ചടുലമായ നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നുവെങ്കിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. CPM ഭരണ തുടർച്ച നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു. നമ്മൾ മറ്റൊരു ശ്രദ്ധേയമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തിരഞ്ഞെടുപ്പിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന ഒരു നേതാവായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നു വേണ്ടിയത്. പാർട്ടി സെക്രട്ടറി നിയന്ത്രിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു വേണ്ടിയിരുന്നു. പക്ഷേ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇറങ്ങുകയും അദ്ദേഹം
കേരളത്തിലാകമാനം യാത്ര ചെയ്യുന്നു. മിക്കവാറും എല്ലാ പൊതുയോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് റാലികളിലും അദ്ദേഹം വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ LDFും UDFും അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഇവിടെ BJPയും വളരെ വ്യക്തമായ വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമങ്ങളൊക്കെ ആരംഭിച്ചതായി നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി 2 തവണ കേരളത്തിൽ വന്നുപോയി. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അമിത്ഷായുടെ കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ എത്തി നിൽക്കുന്ന റോഡ് ഷോകൾ നടക്കുന്നു. അത് മറ്റ് പല പ്രമുഖ നേതാക്കന്മാരും വന്നു പോകുന്നു. കോൺഗ്രസിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ KC വേണുഗോപാൽ മലയാളിയാണെങ്കിൽ പോലും KC വേണുഗോപാലും ഒക്കെ തുടങ്ങി ദേശീയ നേതാക്കന്മാരെല്ലാം ഗർഗെ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ പുറത്തും ചൂട് അകത്തും ചൂട് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചൂട് എല്ലാം ചേർന്നുകൊണ്ട് കേരളം ശരിക്കും തിളച്ചു മറിയുന്ന ഒരവസ്ഥയുടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇതിൽ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു സംഭവം, കോൺഗ്രസിന് 10 വർഷം ഭരണമില്ലാത്തൊരവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് നീങ്ങുന്ന LDFനെ തടയാൻ അത്ര ശക്തമായ അവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. രണ്ടാമത്, കേരളത്തിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിപ്പോയിട്ട് ഏതാണ്ട് 5 വർഷമായി BJPക്ക്. ആ അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? BJPക്ക് അത് പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഒന്നും കണ്ടതുപോലെയല്ല. BJPയുടെ വോട്ട് ഷെയർ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ട് ഷെയർ പിന്നീട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ പോലും അവർ വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ കാണണം. മിക്കവാറും അവർ ലക്ഷ്യമിടുന്നത് ഈ നിരവധിയായ ഈ സർവേ ഫലങ്ങൾ പുറത്തു വന്നു. അതിലൊക്കെ BJPക്ക് 2 മുതൽ 10 വരെ സീറ്റുകൾ ചിലയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുതൽ 5 സീറ്റ് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 3 സീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സർവേ ഫലങ്ങളിലെല്ലാം, മിക്കവാറും എല്ലാ സർവേ ഫലങ്ങളിലും അവർക്ക് സീറ്റ് ലഭിക്കും എന്ന രീതിയിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതീക്ഷയിലാണ്. ഇത് മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിൽ ആണ് BJP പ്രതീക്ഷ വച്ചു പുലർത്തുന്ന നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പം മഞ്ചേശ്വരം നമുക്കറിയാം, ഈ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പാലക്കാടൊക്കെ BJP പ്രതീക്ഷ അർപ്പിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മഞ്ചേശ്വരം സീറ്റ് ചുണ്ടിനും കപ്പിനും ഇടയിൽ മിസ്സായിപ്പോയൊരു രാഷ്ട്രീയ ചരിത്രമൊക്കെ ഉണ്ട്. അതായത് KG മാരാർ മത്സരിക്കുന്ന സമയത്താണ് മഞ്ചേശ്വരത്ത് 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് തോറ്റുപോകുന്നത്. അന്ന് ജയിക്കുന്ന ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം, കഴിഞ്ഞ തവണ വളരെ ചെറിയ വോട്ടിനാണ് അവിടെ മഞ്ചേശ്വരം വീണ്ടും കെ സുരേന്ദ്രൻ തോൽക്കുന്നത്. അപ്പൊ കെ സുരേന്ദ്രന്റെ അപരൻ അതിനേക്കാളും കുറവ് വോട്ട് പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത്. ഈ കെ സുരേന്ദ്രൻ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്തവണ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണമൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായും മഞ്ചേശ്വരം മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ മത്സരരംഗത്തുള്ളത് സാക്ഷാൽ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്താണ് പല സ്ഥലങ്ങളിലും BJP 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം. പാലക്കാട് 2ാം സ്ഥാനത്ത് വരുന്നത് തന്നെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്താണ്. ഇത്തവണ വീണ്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ അവിടെ കനത്ത പോരാട്ടം നടത്തുന്നു. BJPക്ക് ഏറ്റവും കൂടി പ്രതീക്ഷയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അവർക്ക് വേണ്ടി പ്രചാരണത്തിന് അവിടെ വന്നത്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് തൃശ്ശൂരിലൊക്കെ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ സാധ്യത ഇല്ലെങ്കിൽ പോലും തൃശ്ശൂർ എന്ന് പറയുന്നത് BJPക്ക് പാർലമെന്റിൽ ഏക അംഗമുള്ള ഒരു സ്ഥലം കൂടിയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മത്സരിച്ച് ജയിച്ച സ്ഥലം കൂടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ സാധ്യതകളെയും അങ്ങനെ തള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ തൃശ്ശൂർ ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്ക് വന്നേക്കാൻ പോലും സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഈ എറണാകുളത്ത് മാത്രമാണ് BJPക്ക് അത്ര വലിയ പ്രതീക്ഷയില്ലാത്തത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാവുന്നൊരു ഒരു മണ്ഡലം ഉണ്ടായിരുന്നു, അത് തൃപ്പൂണിത്തുറയാണ്. പക്ഷെ തൃപ്പൂണിത്തുറയിൽ ഇത്തവണ താമരയല്ല വിരിഞ്ഞത്, ചക്കയാണ് വിരിയുന്നത്. ചക്ക വിരിഞ്ഞ താമരയാവുന്നതാണ് പുതിയ കണ്ടുപിടുത്തം. അല്ല, അതങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ അഞ്ജലി നായർ, VP അഞ്ജലി നായർ എന്നുള്ള പേര് മാറ്റി അഞ്ജലി നായർ തന്നെ ഈ വോട്ടേഴ്സ് ഇതിൽ തെരഞ്ഞെടുപ്പ് ഇതിൽ ഉണ്ടാവണം എന്ന് പറയുന്നു. പക്ഷെ അത് സ്വീകരിക്കപ്പെട്ടില്ല. ഇനി അവർ നാളെ, അതായത് തിങ്കളാഴ്ച അവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ്. അഞ്ജലി നായർ എന്നുള്ള പേര് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, BJPക്ക് അധികാരമുള്ളൊരു അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനമാണ് തൃപ്പൂണിത്തുറ നഗരസഭ. യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് BJP ആണെങ്കിൽ പോലും BJPക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് തൃപ്പൂണിത്തുറയിലെ BJP പ്രവർത്തകർക്കിടയിൽ വലിയ മ്ലാനത. സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടല്ലോ, അവിടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് നല്ല സ്ഥാനാർത്ഥികൾ അവിടെ കിടക്കുന്നില്ല. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടത് മേജർ രവിയെ പിടിച്ച് നിർത്തിയാൽ മതി. അല്ല, ഇത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടല്ല. ഇവര് ഈ
NDAയിലേക്ക് പുതിയൊരു മുന്നണി അല്ല ഒരു പാർട്ടി കടന്നു വരികയും മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് അവർ ചോദിച്ച സീറ്റൊക്കെ അവർക്ക് കൊടുത്തു എന്നാണ് BJP നേതൃത്വം അതിന് വിശദമാക്കുന്നത്. രാജേഷ്, ഇന്നത്തെ പറ്റിയിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ കരുതിയിരുന്നത് ഈ 2020 എന്ന് പറയുന്നത് എന്തോ വലിയൊരു രാഷ്ട്രീയ സംവിധാനമാണ്. ഇപ്പം അരവിന്ദ് കേജ്രിവാൾ വരികയും ഏകദേശം 19,000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു റാലി കിഴക്കമ്പലത്ത് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ റാലിയിലൊക്കെ പങ്കെടുത്തത് അവിടുത്തെ തൊഴിലാളികളും പിന്നെ ആ സമയത്തൊക്കെ 2020 മേൽ ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു ജനങ്ങൾക്ക്. അല്ലാതെ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത്രയും ജനക്കൂട്ടം അവിടെ ഒഴുകിയത്. ഇതൊക്കെ കണ്ടപാടെ BJPയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരും മറ്റേ K. സുരേന്ദ്രനെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട് എന്താണ് കിഴക്കമ്പലത്ത് സംഭവിക്കുന്നതെന്നും ഈ 2020 NDAയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണയുണ്ട്. പക്ഷേ K. സുരേന്ദ്രനും അതോടൊപ്പം തന്നെ MT രമേശ്, V. മുരളീധരൻ ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റേ ഇങ്ങനെ നിശബ്ദമായിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഓരോ ദിവസവും കാട്ടിക്കൂട്ടുന്ന ഈ മണ്ടത്തരങ്ങൾ ഒടുവിൽ എന്ത് ആയി തീരുമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ട്. ഇതിൻ്റെ അന്തിമമായിട്ടുള്ളൊരു ഫലം വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് പോകുന്നിടത്തോളം പോട്ടെ, അതിനുശേഷം വരുന്നിടത്ത് വെച്ച് ഒരു ചെക്ക് വെക്കാം എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇനി എറണാകുളത്ത് വിട്ട് കോട്ടയം ജില്ലയിലേക്ക് പോയാൽ കോട്ടയം ജില്ലയിൽ നമ്മൾ കാണുന്നത് പുതുതായി ഒരു വർഷം മുന്നേയൊക്കെ BJPയിലെത്തിയ അച്ഛനും മകനും വലിയ വീരവാദങ്ങളുമായിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. അതിലിപ്പം PC ജോർജ് മത്സരിക്കുന്ന പൂഞ്ഞാറിൽ മത്സരിക്കുന്ന ആൾ പണ്ട് പൂഞ്ഞാർ സിംഹമായിരുന്നു, പക്ഷേ ഇപ്പം പൂഞ്ഞാറിലെ എലിയാണ്. അടുത്ത് ഷോൺ ജോർജാണ്, മകൻ ഷോൺ ജോർജ് പാലയിൽ മത്സരിക്കുന്നത്. നമുക്കറിയാം ഇപ്പം പാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ സ്ഥലം തന്നെയാണ്. അവിടെ കാലാകാലമായി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നിട്ടുള്ളതെന്നും അവരാണ് പാലയെ പ്രതിനിധീകരിച്ച് വർഷങ്ങളായിട്ട് നിയമസഭയിൽ എത്തിയിരിക്കുന്നതൊക്കെ അറിയാം. അപ്പം ആ വോട്ടിൽ വിള്ളലുണ്ടാക്കി ഒരു ക്രിസ്ത്യാനി തന്നെ BJPയുടെ വേഷത്തിൽ വന്ന് താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഈ മത്സരത്തെ ഒന്നും വളരെ സീരിയസ് ആയി കാണുന്നില്ലെങ്കിൽ പോലും ഇവിടങ്ങളിലെല്ലാം BJP നുഴഞ്ഞു കയറാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുന്നത് ശരിക്കും അതൊരു VIP മണ്ഡലമായി മാറുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ്. സഹമന്ത്രിക്ക് അങ്ങനെ വലിയ ദേശീയ തലത്തിൽ അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കേന്ദ്ര സഹമന്ത്രി വന്ന് ഒരു അതെ കാഞ്ഞിരപ്പള്ളി പോലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു സംഭവം തന്നെയാണ്. അപ്പം കേരള കോൺഗ്രസിനെയും ഒക്കെ തകർത്ത് BJP വലിയ ശക്തിയായി ഇവിടങ്ങളിലൊക്കെ മാറും എന്നാണ് അവരുടെ വലിയ പ്രഖ്യാപനം. പക്ഷേ കേൾക്കാനൊക്കെ രസമുള്ളതാണെങ്കിൽ പോലും ഇവിടങ്ങളിലൊന്നും വലിയ സ്വാധീനമൊന്നും BJPക്ക് ചെലുത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളടുത്ത് ഇടുക്കിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇടുക്കിയിൽ എത്തുമ്പോഴേക്കും ഇടുക്കിയിലുള്ള മറ്റൊരു തരത്തിൽ, അതായത് ഇത്തവണ PJ ജോസഫ് ഇല്ല. PJ ജോസഫ് എന്ന് പറയുന്നത് പാലായിൽ മാണി സാറിനെ പോലെ തന്നെ ദീർഘകാലമായി വിജയിച്ചുകൊണ്ടിരുന്ന 1-2 തവണ ഒഴിവാക്കി കഴിഞ്ഞാൽ 10 തവണ മത്സരിച്ച് വിജയിച്ച PJ ജോസഫ് ഇത്തവണ മത്സരരംഗത്തില്ല എന്നുള്ളതാണ് ഇടുക്കിയിലെ ഒരു രാഷ്ട്രീയം നമ്മൾ മനസ്സിലാവുക. അതായത് PJ ജോസഫ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും, അതായത് അദ്ദേഹം 2 മുന്നണിയിലും മാറി മത്സരിച്ചപ്പോഴൊക്കെ നന്നായി വിജയിച്ച് കയറിയ ഒരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരത്തിനില്ല. അതുപോലെ തന്നെ മണിയാശാൻ ഇത്തവണ മത്സരത്തിനില്ല. ഇടുക്കി മണ്ഡലത്തിൽ, അതായത് ഇടുക്കി എന്ന് പറയുന്ന മണ്ഡലത്തിൽ വലിയ പോരാട്ടം നടക്കുന്നു. കാരണം കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ കഴിഞ്ഞ പ്രാവശ്യം പോരാടിയിരുന്ന സ്ഥലത്ത് ഇത്തവണ കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും തമ്മിലുള്ള വലിയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മന്ത്രി റോഷി അഗസ്റ്റിനാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി മണ്ഡലത്തിൽ നല്ല തീപ്പാറുന്ന മത്സരമാണ് ഇത്തവണ എന്ന് കാണണം. ദേവികുളത്ത് രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് CPMന്റെ എല്ലാം ആലാം ആയിരുന്നു. അതായത് മണിയാശാനും രാജേന്ദ്രൻ തീരുമാനിച്ചാൽ ഇടുക്കി ജില്ലയിലെ CPMന്റെ തീരുമാനമായിരുന്നു. പക്ഷേ CPMന് സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം CPMനോട് വിട പറയുകയും അദ്ദേഹം BJPയിൽ അഭയം തേടുകയും ചെയ്യുന്നു. BJPയുടെ പ്രമുഖനായ നേതാവായി അദ്ദേഹം മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് വരുന്നത്. അവിടെ BJPക്ക് വലിയ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മളിൽ കാണേണ്ടതുണ്ട്. അവിടെ നമുക്ക് ഇടുക്കിയോട് നമുക്ക് വിട പറയാം. പത്തനംതിട്ടയിൽ എത്തുമ്പോഴേക്കും പത്തനംതിട്ടയിൽ ആണ് മറ്റൊരു വലിയ രൂക്ഷമായ മത്സരം നടക്കുന്നത്. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കാര്യമാണ് പറയുന്നത്. ആറന്മുളയിൽ നമ്മളുടെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നു. ആറന്മുളയിൽ മുൻ ഗവർണർ, കേരള ഗവർണറല്ല, മിസോറാമിൽ ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരൻ ദീർഘകാലമായി
വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ സംഘപരിവാർ ശക്തികളുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. മാത്രമല്ല അദ്ദേഹം പാർലമെൻറ്റിലും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ പലതവണ മത്സരിക്കുകയും ദയനീയമായി പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹമാണ് ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി ആറന്മുളയായിട്ട് അദ്ദേഹത്തിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ആറന്മുളയിൽ എയർപോർട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ പ്രതിനിധിയാവുകയും ഹിന്ദുക്കളുടെ ആചാര സംരക്ഷകരായി മാറുകയും അദ്ദേഹത്തിന് ഹിന്ദുക്കളുടെ ഇടയിൽ വലിയ വേരുണ്ടാവുകയൊക്കെ ചെയ്തൊരു നേതാവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു മത്സരത്തിൽ വലിയ നിർണായകമാകുന്ന ശക്തിയായി ഈ കുമ്മനം മാറുമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ അവിടെ മത്സരരംഗത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് 3ാം തവണയും മത്സരിക്കുന്ന മന്ത്രി വീണ ജോർജ് ആണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായ നേതാവ് അബിൻ ബർക്കിയാണ് എതിരാളി എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും നല്ല കനത്ത മത്സരമാണ് നടക്കുന്നത്. പിന്നെ റാന്നിയിലേക്ക് പോവുകയാണെങ്കിൽ റാന്നിയിൽ കടുത്ത മത്സരം തന്നെയാണ്, കോന്നിയിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. തിരുവല്ലയിലേക്ക് വരുന്ന സമയത്ത് അവിടെയും നല്ല ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവല്ലയിലെത്തുകയും അദ്ദേഹം എൻ്റെ കൂടെ 5 വർഷക്കാലമായി എനിക്ക് വേണ്ടി രാജ്യത്ത് വലിയ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവാണ് അനൂപ് ആന്റണി എന്നും, അതുകൊണ്ട് അനൂപ് ആന്റണിയെ നിങ്ങൾ ജയിപ്പിച്ചാൽ വലിയ തരത്തിൽ ഗുണകരമായ കുറേ സംഭവങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ദീർഘകാലമായി അവിടെ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മാത്യു ടി തോമസ് മുൻ മന്ത്രിയൊക്കെയാണ് ജനതാദളിൻ്റെ നേതാവ്. അദ്ദേഹവും ഇത്തവണയും വീണ്ടും മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് അവിടെ നല്ല കനത്ത മത്സരമാണ് നടക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ചില വിവാദങ്ങളൊക്കെ ആ സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ടുണ്ട് എന്നുള്ളതും ജോസഫ് എം പുതുശ്ശേരിക്ക് സീറ്റ് നിഷേധിച്ചത് അവിടുത്തെ UDFൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടുത്തെ മത്സരഫലം എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് മിക്കവാറും നല്ല മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കുണ്ടറയിലാണ്. കാരണം കുണ്ടറ കഴിഞ്ഞ തവണ LDFിനിടയ്ക്ക് നിന്ന് UDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. ഇത്തവണ അവിടെ പ്രാദേശിക ഒരു നേതാവിനെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് LDF. എങ്കിൽ പോലും അവിടെ നല്ല മത്സരമാണ് നടക്കുന്നത്. നമുക്ക് പറയാതെ വയ്യ, അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല അവിടുത്തെ മത്സരം. കൊല്ലം എന്ന് പറയുന്നത് 2 തവണ മുകേഷ് മത്സരിച്ച മണ്ഡലമാണ്. ഇത്തവണ മുകേഷ് ഇല്ല. കാരണം മുകേഷ് മറ്റു ചില വിവാദങ്ങളിലൊക്കെ അകപ്പെട്ടതുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തിന് മത്സരരംഗത്തില്ല. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ മുകേഷിനെ നേരിട്ട ബിന്ദുകൃഷ്ണനാണ്. അതുകൊണ്ട് ബിന്ദുകൃഷ്ണ ഇത്തവണ വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വലിയ തിരിച്ചടി LDFന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും കൊല്ലം കോർപ്പറേഷൻ ദീർഘകാലത്തെ ഭരണത്തിന് ശേഷം നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് കൊല്ലത്ത് LDF വലിയ പ്രതീക്ഷ ഏൽപ്പിക്കുമ്പോഴും UDF വലിയ വിജയപ്രതീക്ഷയിലാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ചവറയിലേക്ക് വരികയാണെങ്കിൽ ചവറയിൽ സിറ്റിംഗ് MLA ആയിരിക്കുന്ന വിജയൻപിള്ളയുടെ മകൻ, സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. വിജയൻപിള്ളയുടെ മകൻ എന്നുള്ള നിലയിലും കഴിഞ്ഞ തവണ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥലമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ LDFന് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ എങ്കിൽ പോലും RSPക്ക് വേണ്ടിയിട്ട് RSPയുടെ ഒരു കാലത്ത് RSP എന്ന് പറഞ്ഞാൽ ചവറയിൽ അവസാനിക്കുന്ന ഒരു പാർട്ടി എന്നൊക്കെ ഉണ്ടായിരുന്നു. ചവറ വളരെ ശക്തി കേന്ദ്രമായിരുന്നു RSPയുടെ. എങ്കിലും ഇത്തവണ RSPക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ട് എങ്കിൽ പോലും അവിടെ തിരിച്ചടി കിട്ടാനുള്ള സാധ്യത അവർ ഒട്ടും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് അവിടെയും മത്സരം കനത്തതാണ് നമ്മൾ കാണേണ്ടത്. ഷിബു ബേബി ജോണാണ് അവിടെ മത്സരിക്കുന്നത്. 2 തവണ തോറ്റ സ്ഥലം കൂടിയാണ് ഷിബു. അതുകൊണ്ട് ഷിബു മുൻ നേതാവ് ബേബി ജോണിൻ്റെ മകൻ എന്നുള്ള നിലയിലും പിന്നീട് മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അവിടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വലിയ വേരുകളും സ്വീകാര്യതയൊക്കെയുള്ള ആളാണ്. അതുകൊണ്ട് ഇത്തവണ ആ മണ്ഡലം ചിലപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കുമെന്ന് ഷിബു ബേബി ജോൺ തന്നെ വലിയ രീതിയിൽ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റ് ഒരു വലിയ മത്സരം നടക്കുന്ന അരങ്ങേറുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ കൊട്ടാരക്കരയിലെ മത്സരത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. കാരണം കൊട്ടാരക്കരയിൽ ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി എന്ന് പറയുന്നത് കൊട്ടാരക്കരയുടെ 3 തവണ കൊട്ടാരക്കരയിൽ മത്സരിച്ച് വിജയിച്ച വലിയ അവിടുത്തെ ഒരു പ്രമുഖ വനിതാ LDFന്റെ പ്രമുഖ നേതാവ് കൂടിയായിരുന്നു. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും വളരെ ശോഭിച്ച ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ അവർ ഇത്തവണ അവർക്കും സീറ്റ് നിഷേധിച്ചതിൽ അവർ കഴിഞ്ഞ വർഷം തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവർ പാർട്ടിയിൽ നിന്നൊക്കെ പിന്നോട്ട് നിൽക്കുകയായിരുന്നു. 6 മാസം മുന്നെയാണ് അവർ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നതും കോൺഗ്രസിലെത്തുന്നതും. അവർ ഈ സ്ഥാനാർത്ഥി കോൺഗ്രസ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വിമത സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അവർ മത്സരിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടല്ല, അവർ കോൺഗ്രസ് തന്നെ ചേർന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര എന്നുള്ളതുകൊണ്ട് കൊട്ടാരക്കരയിലെ മത്സരം ഇപ്പോഴത്തെ മന്ത്രിയും മുൻ MLAയും തമ്മിലാണ്. എന്ന് പറഞ്ഞാൽ 2 പഴയ LDF
LDF-കാർ തമ്മിൽ പാർട്ടിക്കാർ തമ്മിലുള്ള മത്സരം അരങ്ങേറുന്ന ഒരു സ്ഥലം കൂടിയാണത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പരിശോധിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലെ മത്സരമാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിൽ നടക്കുന്ന മത്സരമാണ്. കാരണം അവിടെയും ഈ മത്സരത്തിന് ചില പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നത്, മുൻ മന്ത്രിയും CPM-ന്റെ സമുന്നതനായ നേതാവ്, സ്റ്റേറ്റ് ലെവലിൽ തന്നെ സമുന്നതനായ നേതാവായ G. സുധാകരനാണ് അവിടെ ഈ തവണ UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അവിടെ സിറ്റിംഗ് MLA ആയ H. സലാം വീണ്ടും ഗുരുവും ശിഷ്യനും തമ്മിൽ നടക്കുന്ന വലിയ ഏറ്റുമുട്ടലാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്. G. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് ഈ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം, സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ എന്ന് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ അവസാനത്തെ വിജയം എന്തായിരിക്കും എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ച, പിന്നീട് വലിയ ചർച്ചയൊക്കെ ആകാവുന്ന ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അമ്പലപ്പുഴ. നമുക്ക് ഇനിയിപ്പം മറ്റ് ജില്ലകൾ, ആലപ്പുഴയിലെ മറ്റ് ജില്ലകളിൽ മറ്റ് മണ്ഡലങ്ങളിലൂടെ പോകേണ്ട കാര്യമില്ല. അതൊക്കെ വലിയ മത്സരം തന്നെ നടക്കുന്നത്. അരൂരിൽ വലിയ മത്സരം നടക്കുന്നുണ്ട്. മുൻ MLA-യും സിറ്റിംഗ് MLA-യും തമ്മിലുള്ള മത്സരമാണ് അരൂരിൽ നടക്കുന്നത്. മാവേലിക്കരയിൽ നല്ല മത്സരം നടക്കുന്നു എന്നുള്ള നമ്മൾ ഏകപക്ഷീയമായ മത്സരമാണെങ്കിൽ പോലും അവിടെ നല്ല മത്സരം നടക്കുന്നു നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം മണ്ഡലങ്ങളിൽ നിന്ന് വലിയ രാഷ്ട്രീയമായ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. നമ്മൾ തിരുവനന്തപുരത്തേക്ക് കടക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ നേമത്ത് വലിയ മത്സരം നടക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിൽ വലിയ മത്സരം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കഴക്കൂട്ടത്തും നല്ല വാശിയേറിയ മത്സരം നടക്കുന്നു. ഇവർ BJP പിന്നീട് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ 3 മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ വാമനപുരത്തേക്ക് മത്സരം നടക്കുന്നില്ല, അവിടെ കാലകാലങ്ങളായിട്ട് LDF ജയിച്ചു പോകുന്ന മണ്ഡലങ്ങളാണ്. മലപ്പുറം ജില്ലകളിലെ നമ്മൾ എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല പറയാതെ പോയെന്ന് പറയുന്നത്, മലപ്പുറം ജില്ലയിലെ അങ്ങനെ വലിയ മത്സരമില്ല. അവിടെ ഏകദേശം ഒരു 14 സീറ്റോളം എനിക്ക് തോന്നുന്നു മറ്റേ UDF-ന് തന്നെ പോകും. അപ്പൊ തിരൂരിലാണ് ഇപ്പം മന്ത്രി അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന മണ്ഡലം തിരൂരാണ്. അതുപോലെ തന്നെ പിന്നെ KT ജലീൽ മത്സരിക്കുന്ന മണ്ഡലം തവനൂരാണ്. തവനൂരിൽ നല്ല മത്സരം നടക്കുന്നത്. കാരണം DCC അധ്യക്ഷൻ VS ജോയിയും സിറ്റിംഗ് MLA-യും മുൻ മന്ത്രിയൊക്കെയായ KT ജലീൽ മത്സരിക്കുന്നുള്ളത് തന്നെ അവിടെ വളരെ ഭയങ്കര വാശിയേറിയ മത്സരം നടക്കുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ അവിടെ KT ജലീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് VS ജോയി ചിലപ്പോൾ വിജയിച്ചുകൂടായില്ല എന്ന് പോലും അവിടെ നിന്നുള്ള വാർത്തകൾ വരുന്നത്. പക്ഷേ അബ്ദുറഹ്മാന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞു പോകാൻ വേണം. കാരണം അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന് പിന്നെ പാർട്ടി നിയോഗിച്ചത് തിരൂരിലല്ല, താനൂരിൽ മത്സരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ താനൂരിൽ അദ്ദേഹം മത്സരിക്കില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 ദിവസം പ്രചരണത്തിന് പോലും ഇറങ്ങാൻ തയ്യാറാകാതെ പിന്നീട് പാർട്ടി നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തിന് തിരൂരിൽ മത്സരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം തിരൂരിൽ പോയതെന്നതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ല. കാരണം തിരൂർ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല. അത് ഭയങ്കരമായ പച്ചപ്പുതപ്പണിഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് തിരൂർ. പക്ഷേ എന്നാൽ പോലും അബ്ദുറഹ്മാൻ അവിടെ മത്സരിക്കാൻ തയ്യാറാവുന്നു. ഒരുപക്ഷെ ഒരു സ്റ്റേറ്റിലെ ഒരു മന്ത്രിക്ക് ചിലപ്പോൾ തിരിച്ചടി കിട്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തിരൂരിൽ നടക്കുന്ന നമ്മളിൽ കാണേണ്ടത്. നമ്മൾ അതുപോലെ തന്നെ പോകേണ്ട ഒരു സ്ഥലമുണ്ട് നിലമ്പൂരിൽ നമുക്കറിയാം ഈ കാലങ്ങളായിട്ട് കോൺഗ്രസ് ജയിച്ച് മത്സരിച്ച സ്ഥലമായിരുന്നു. പക്ഷേ 2 ടേം PV അൻവർ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുന്നു. പിന്നീട് അൻവർ പാർട്ടിയായി തെറ്റിപ്പിരിയുന്നു, അദ്ദേഹം രാജിവെക്കുന്നു. അവിടെ നടന്ന ഒറ്റ വർഷം മുന്നേ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദിന്റെ മകനും പിന്നെ മുൻ ഇദ്ദേഹത്തോട് മത്സരിച്ച് തോറ്റ ഒക്കെ നേതാവായ ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരരംഗത്തുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് വിജയിച്ചു വരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എന്തെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ നല്ല മത്സരങ്ങളാണ് എല്ലാവരും കാഴ്ചവെക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും കോഴിക്കോട് UDF-ന് അങ്ങനെ വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ കുറവാണെന്ന് നമുക്കറിയാം. കണ്ണൂരിൽ KK ശൈലജ മത്സരിക്കുന്ന മണ്ഡലമായ പേരാവൂരിലാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റിൽ ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് KK ശൈലജ എന്ന് പറഞ്ഞാൽ CPM-ന്റെ സമുന്നതനായ നേതാവാണ്. അതുപോലെ തന്നെ മറുപക്ഷത്തുള്ളത് KPCC അധ്യക്ഷനായ സണ്ണി ജോസഫാണ്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം അവർ തമ്മിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ 2 പേരും പ്രഗത്ഭരായിരുന്നില്ല. അപ്പോൾ ഈ ടേമിൽ അവർ വീണ്ടും മത്സരരംഗത്ത് വരുമ്പോൾ KK ശൈലജയും അതുപോലെ തന്നെ സണ്ണി ജോസഫും സ്റ്റേറ്റിൽ വളരെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് എന്നുള്ളതുകൊണ്ട് അവിടെ കടുത്ത മത്സരമാണ്. 3 തവണ മത്സരിച്ച് ജയിച്ച ഒരു പിന്നെ സിറ്റിംഗ് MLA എന്ന നിലയിൽ സണ്ണി ജോസഫിനാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവിടെ വിജയിക്കാനുള്ള സാധ്യത. അട്ടിമറി ഉണ്ടായാൽ അത് KK ശൈലജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മുതൽക്കൗട്ടാവും. അത് CPM-ന് തന്നെ വലിയ മുതൽക്കൗട്ടാവും എന്ന് തന്നെ നമ്മളതിനെ വെച്ചിരിക്കേണ്ടത്. മറ്റ് ശ്രദ്ധേയമായ മറ്റ് 2 മത്സരം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് പയ്യന്നൂരിലാണ്. പയ്യന്നൂരിൽ മത്സരിച്ച് ഏതെങ്കിലും UDF-കാരൻ ജയിച്ചോ എന്ന് വെച്ച് ഇന്ന് വരെ ജയിക്കാൻ ആർക്കും പറ്റിയില്ലെങ്കിൽ പോലും UDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് മുൻ ജില്ലാ കമ്മിറ്റി അംഗവും നിലവിലുള്ള MLA TI മസൂദിനെതിരെ ഒരു വലിയ സാമ്പത്തിക കുറ്റം
അതായത് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് CPM നിന്നും പുറത്തു വന്ന് സ്ഥാനാർത്ഥിയാണ്. അവിടെ സാങ്കേതികമായിട്ട് അദ്ദേഹം RSPയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഇദ്ദേഹം രംഗത്ത് വന്നെങ്കിൽ പോലും അവിടെ സാധ്യതകളൊന്നുമില്ല. ഏതെങ്കിലും വിധേനത്തിൽ അവിടെ കുറച്ച് വോട്ടുകൾ കുറഞ്ഞാൽ അത് അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങൾ ശരിയാണെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. പിന്നീട് മറ്റൊരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൊട്ടടുത്ത മണ്ഡലമായ തളിപ്പറമ്പിലാണ്. ഇപ്പോൾ തളിപ്പറമ്പിലും ഇതേപോലെ സാമ്പത്തിക ഉപകരണം അല്ലെങ്കിൽ പോലും അവിടെ ചില വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുകയും MV ഗോവിന്ദൻ്റെ പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദൻ മത്സരിച്ച മണ്ഡലമായിരുന്നത്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പാർട്ടിയിൽ വലിയ അഭിപ്രായത ഉണ്ടായി. TK ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരു തലമുതിർന്ന നേതാവ് ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരികയും അദ്ദേഹം പിന്നീട് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുകയും അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എതിർപക്ഷത്തുള്ളത്. അവിടെയും വിജയസാധ്യതകളൊക്കെ കുറവാണ് UDFന്. പക്ഷേ എങ്കിൽ പോലും അവിടെ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അവിടെയും CPMന് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് CPM വളരെ ജാഗരൂകരായി അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു മണ്ഡലം വളരെ പ്രധാനപ്പെട്ട ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും അവിടെ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സിറ്റിംഗ് MLAയും കേരളത്തിൻ്റെ ബഹുമാനമായ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മത്സരിക്കുന്ന സ്ഥലമാണ്. അവിടെ യഥാർത്ഥത്തിൽ മത്സരമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ മത്സരം എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ശ്രദ്ധേയമായൊരു മത്സരം നടക്കുന്ന ഒരു സ്ഥലം ധർമ്മടം. അപ്പം ധർമ്മടത്തെക്കുറിച്ച് പിന്നെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെ അങ്ങനെ വലിയ അടിയൊഴുക്കുകളൊന്നും ഉള്ള സ്ഥലമല്ല. ഇരിക്കൂറിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയേണ്ട കാരണം പരമ്പരാഗതമായി UDF ജയിക്കുന്ന മണ്ഡലമാണ്. ഇരിക്കൂറിലും ഇത്തവണ സജി ജോസഫാണ്. അദ്ദേഹത്തിനും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സ്ഥലമല്ല. മട്ടന്നൂരിൽ DYFI നേതാവ് സനോജ് മത്സരിക്കുന്ന സ്ഥലമാണ്. മട്ടന്നൂരിലും അങ്ങനെ വലിയ രാഷ്ട്രീയപരമായ എന്തെങ്കിലും തിരിച്ചടിക്കുള്ള സാധ്യതയില്ല. കൂത്തുപറമ്പിൽ സാധ്യതയില്ല. അതുപോലെ തന്നെ തലശ്ശേരിയിലും അത്തരത്തിലുള്ള ഒരു അടിയൊഴുക്കുകൾക്കൊന്നും സാധ്യതയില്ല. കല്ലാശ്ശേരിയിലും അങ്ങനെ അടിയൊഴുക്കുകൾക്കൊന്നും സാധ്യതയുള്ള സ്ഥലമല്ല. അഴീക്കോട് ആണ് പിന്നെ കുറച്ച് ശക്തമായ മത്സരം നടക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അഴീക്കോടും അങ്ങനെ LDFന് വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു മണ്ഡലമല്ല. നമുക്ക് കണ്ണൂർ ഫിനിഷ് ചെയ്തിങ്ങ് പോരാം. നമുക്ക് തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞു ഈ മണ്ഡലങ്ങളിൽ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ വലിയ മത്സരങ്ങൾ നടക്കുന്നില്ല. എങ്കിൽ പോലും കേരളത്തിൽ വളരെ വാശിയേറിയ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് BJP വലിയ പ്രതീക്ഷകൾ വെച്ച് വെക്കുന്നു. 3 സീറ്റ് കിട്ടും, 4 സീറ്റ് കിട്ടും, 10 സീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും BJP കുറേ സ്ഥലങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരാനുള്ള ചില സാധ്യതകൾ ശരിക്കും കാണുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് വിജയിച്ച് കയറുമെന്ന് വിചാരിക്കരുത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖറിന് വിജയിച്ച് കയറാനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമല്ല അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണയും BJP കേരളത്തിൽ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ നിഗമനം.